ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആവർത്തന ഗുണനം എന്നതിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, പവർ ഓഫ് പവേഴ്സ്, കൃതിയുടെ കൃതി. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് പവർ ഓഫ് പവേഴ്സ്, കൃതിയുടെ കൃതി. ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ വി റൈറ്റ് 64 ആസ് ദ പവർ ഓഫ് എ നമ്പർ? 64നെ ഏതെങ്കിലും ഒരു സംഖ്യയുടെ കൃതിയായിട്ട് എഴുതാമോ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 64 64നെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം അല്ലേ. 64നെ ഫാക്ടറൈസ് ചെയ്യുക. 64ന് 2 3 2 6 2 4 അല്ലേ. നമ്മളിത് മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 2 3 4 5 6 6 പ്രാവശ്യം 2 ഗുണിച്ചതാണ് 64. 2 × 2 × 2 × 2 × 2 × 2. How many times 2? 6 times. അപ്പോൾ നമുക്ക് ഒരു ഉത്തരമായില്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 64നെ ഏതെങ്കിലും ഒരു സംഖ്യയുടെ കൃതിയായിട്ട് എഴുതാമോ. അപ്പോൾ 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം 2⁻6 എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. 2 6 പ്രാവശ്യം ഗുണിച്ചത് 6 times മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇനിയാണ് വേറെ സംഖ്യയുടെയും നമുക്ക് പവറായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പദസൂര്യൻ പോലെയൊക്കെ തന്നിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനായിട്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ. 2⁻6 മാത്രമല്ല, വേറെ സംഖ്യ 2 അല്ലാണ്ട് 2ന്റെ പവർ 6 ആയിട്ട് എഴുതാൻ പറ്റി. 2 6 പ്രാവശ്യം കുടിച്ചതാണ് 64 കിട്ടി. ഇനി ഇതില്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യയുടെ പവറായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം അറിയണം. 64 = എന്ത് കിട്ടി നമുക്ക്? നമുക്ക് 6 പ്രാവശ്യം 2 ഗുണിച്ചതാണ് 64 അല്ലേ. ഇനി അതിലൊന്ന് പെയർ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ് ടീച്ചർ. അപ്പോൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക? 2 ഗ്രൂപ്പ് ചെയ്യാൻ പോകാൻ നിൽക്കുക. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്യും. ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കുക. 2 × 2 4 ഇവിടെ 2 × 2 4 2 × 2 4. ടീച്ചർ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു, 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 × 4 × 4. ഈ ബ്രാക്കറ്റിലുള്ളതിൻ്റെ അർത്ഥം 2 × 2 4 ആണ്. അങ്ങനെ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം 4. അപ്പോൾ 4³ എഴുതി കൂടെ. Therefore 64 = 4³ കണ്ടോ? വേറൊരു രീതി. അപ്പോൾ 2ന്റെ പവർ 6 ആയിട്ട് എഴുതാം. 2 6 പ്രാവശ്യം ഗുണിച്ചത് മാത്രമല്ല, 4 എത്ര പ്രാവശ്യം ഗുണിച്ചതിനും തുല്യമാണ് 64. 3 പ്രാവശ്യം ഗുണിച്ചതിന്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കോമൺ സെൻസ്. അതായത് 2ന്റെ ഇരട്ടിയാണ് 4. 2 എന്നുള്ള സംഖ്യ 6 പ്രാവശ്യം ഗുണിക്കണ പോലെ 4 അത്രയും പ്രാവശ്യം ഗുണിക്കേണ്ടി വരുമോ? ഇല്ല. 2ന്റെ ഇരട്ടിയാണ് 4 എങ്കിൽ ഈ പവർ അല്ലെങ്കിൽ കൃതി 6 എന്നുള്ളത് എന്തായി? ചുരുങ്ങും, ചെറുതാവും അല്ലേ. അപ്പം 3 പ്രാവശ്യം മതി. അപ്പം അത് നമുക്ക് കോമൺ സെൻസ് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ മനക്കണക്കായിട്ട്. അപ്പോൾ വേറൊരു സംഖ്യയുടെ 4ന്റെ പവറായിട്ട് എഴുതാൻ പറ്റിയില്ലേ. 64 = 4³ ഇനിയും എഴുതാൻ പറ്റുമോ നോക്കൂ. അപ്പം എല്ലാത്തിനും ബേസ് ഈ ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയ കാര്യം നമുക്ക് അറിയണം. ഇനി 64 നമുക്ക് 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കിയാലോ. അതായത് നമ്മൾ 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കി. ഇതിങ്ങനെ ആദ്യം ഒരൊറ്റ ഫുള്ളായിട്ട് 2 എഴുതി, പിന്നെ 2 ഗ്രൂപ്പ് ചെയ്തു. ഇതിപ്പോൾ 3 എണ്ണം വീതം ഗ്രൂപ്പാക്കി. 6 എണ്ണമാണല്ലോ. 64 = 2⁻6 നമ്മൾ കണ്ടു. 6 പ്രാവശ്യം 2 ഗുണിച്ചതാണ് ഫാക്ടറൈസ് ചെയ്തപ്പോൾ കണ്ടു. ഇനി അതിൽ 3 എണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ 3 എണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2 × 2 4 4 × 2 8. ഇത് 8 വരും, ഇതും 8 വരും. അപ്പോൾ 8 × 8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 8² എന്ന് പറഞ്ഞൂടെ. നമ്മളുടെ ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 8 × 8 = 64. Therefore 64 = 8². കണ്ടോ? അപ്പോൾ ഇത് വേറൊരു രീതി. 8ന്റെ പവറായിട്ട് എഴുതാൻ പറ്റി അല്ലേ. 8² = 64. ഇനി വേറെ ഏതെങ്കിലും സംഖ്യയുടെ പവറായിട്ട് 64 എഴുതാൻ പറ്റുമോ നോക്കൂ. 64നെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? 64⁻1 എഴുതി കൂടെ. അത് എല്ലാ കണക്കിലും ഏതൊരു സംഖ്യയുടെയും പവർ 1 ആണെന്ന് വെച്ചാൽ ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ ഒരെണ്ണം എന്തായാലും കുട്ടികൾക്ക് കിട്ടും
എന്താ ഏതൊരു സംഖ്യ ഇപ്പൊ വേറെ നമ്പറാന്ന് വെച്ചാൽ അതേ റേസ് ടു 1 അത് തന്നെയായിരിക്കും അല്ലേ. 64 എന്ന് വെച്ചാൽ 64 റേസ് ടു 1. നമ്മൾ ഫാക്ടറൈസ് ചെയ്തൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് പവർ ഒന്നായിട്ട് എഴുതാം. ഒന്നെന്ന് വെച്ചാൽ അർത്ഥം 64 ഒരു പ്രാവശ്യം ഗുണിച്ചത് 64 തന്നെയല്ലേ. അതെ. അപ്പൊ ഇതല്ലാതെ ഇനി വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. 64നെ വേറെ സംഖ്യകളുടെ കൃതിയായിട്ട് പവറായിട്ട് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ലേ? ഇത്രയും പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ഈ കണക്കിൽ നിന്ന് എന്തൊക്കെ കണ്ടു? 64 ഈക്വൽ ടു 2⁻6 കണ്ടു. പിന്നെ 64 ഈക്വൽ ടു 4⁻3 കണ്ടു. 64 ഈക്വൽ ടു 8² കണ്ടു. പിന്നെ 64 ഈക്വൽ ടു 64⁻1 കണ്ടോ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പല സംഖ്യകളുടെ പവറായിട്ട് നമുക്ക് ഒരു നമ്പറിനെ തന്നെ എഴുതാൻ പറ്റി. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇതുപോലെ 3⁻12 പിന്നെ എങ്ങനെ മറ്റു പല സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3⁻12നെ എങ്ങനെ മറ്റു സംഖ്യകളുടെ കൃതിയായിട്ട് പവറായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 3⁻12 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3⁻12 എന്ന് വെച്ചാല് 3 എത്ര പ്രാവശ്യം എഴുതണം? 12 പ്രാവശ്യം എഴുതണം എന്നല്ലേ അർത്ഥം. അതായത് 3 12 പ്രാവശ്യം എഴുതുക. അപ്പോൾ 2 എണ്ണമായി 3 4 5 6 7 8 9 10 11 12 12 പ്രാവശ്യം 3 ഗുണിച്ചത് എന്നാണ് അർത്ഥം 3⁻12 അല്ലെ. മുകളിലെ സംഖ്യ സൂചിപ്പിക്കുന്നത് അത് എത്ര പ്രാവശ്യം ഗുണിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 3⁻12 ടീച്ചർ ഇങ്ങനെ പെയർ ചെയ്യാൻ പോവാണ്. 6 എണ്ണം വീതം ഉള്ളത് ഗ്രൂപ്പ് ചെയ്യാൻ പോവാ അല്ലെ. ഇങ്ങനെ ഒന്ന് പെയർ ചെയ്തോട്ടെ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? 3⁻6 ഇൻറ്റു 3⁻6 എന്നല്ലേ അർത്ഥം. ഇനി നിങ്ങള് ടീച്ചർ ഈ 3 ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ അർത്ഥം 3 6 പ്രാവശ്യം ഗുണിച്ചത്. ഈ 3 ഗ്രൂപ്പ് ചെയ്തു, അതിന്റെ അർത്ഥം 3⁻6. ഇനി അതെല്ലാം നിങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അഥവാ ഗുണന നിയമം ഒന്ന് ആലോചിച്ച് നോക്കൂ. x⁻m ഇൻറ്റു x⁻n പോലെയല്ലേ വലത് വശം അല്ലെ. x⁻m + n അല്ലെ. എന്താ കിട്ടിയ? x⁻m + n. അപ്പൊ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ 3⁻6 + 6 3⁻12 കിട്ടില്ലേ. ഇനി അപ്പൊ നമുക്ക് ഇതിനെ 3⁻6 6 പ്രാവശ്യം ഗുണിച്ചു നോക്കുക. അപ്പൊ 729 എന്ന് വരും. 6 പ്രാവശ്യം ഗുണിച്ചു നോക്കുക. അപ്പൊ 729 എന്ന് വരും. അപ്പൊ 729 എഴുതി കൂടെ. അപ്പൊ ഇതൊരു രീതി. 3⁻12നെ ഒരു സംഖ്യയുടെ കൃതിയായിട്ട് നമ്മൾ എഴുതി. 3⁻12 ഈക്വൽ ടു 729⁻2 അല്ലെ. ഇനി വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. 3⁻12നെ നമ്മൾ നേരത്തെ 64 ചെയ്തതുപോലെ മറ്റു പല സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റുമോ നോക്കി നോക്കാം. എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ 8 എണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യാൻ പോവാ. അപ്പോൾ 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാമെന്ന് ടീച്ചർ പറഞ്ഞു. 12 എണ്ണമാണ് മൊത്തം അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് 3⁸ ഇൻറ്റു 3⁴ എന്ന് പറഞ്ഞൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂള് 8ഉം 4ഉം കൂട്ടുമ്പോൾ 12 വരുന്നില്ലേ പവർ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂള് മറന്നു. x⁻m ഇൻറ്റു x⁻n ഈസ് ഈക്വൽ ടു x⁻m + n. അപ്പോൾ ടീച്ചർ 8 എണ്ണം വീതമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ 4 എണ്ണം വീതം. അപ്പൊ നിങ്ങൾക്കത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ 3⁸ എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. 3⁸ വീണ്ടും ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാം. 3⁸ എന്ന് പറഞ്ഞാൽ 3⁴ ഇൻറ്റു 3⁴ എന്ന് പറഞ്ഞൂടെ. ശ്രദ്ധിക്കുക കേട്ടോ. അതായത് 3⁸ ടീച്ചർ അതിൽ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്തു. ഈ 3⁴ അതേപോലെ തന്നെ എഴുതി. ടീച്ചർ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 3⁴ ഗുണിച്ചു കഴിഞ്ഞാൽ 3 4 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ 81 അപ്പൊ 81 ഇൻറ്റു 81 ഇൻറ്റു 81 എന്ന് കിട്ടും. ഇതിന്റെ അർത്ഥം എന്താ? 81³ കണ്ടോ. നമ്മുടെ ലക്ഷ്യം എന്താ? മറ്റു പല സംഖ്യകളുടെ പവറായിട്ട് എഴുതാനായിട്ട് കഴിയണം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? 3⁻12 ഈക്വൽ ടു 81³ എന്ന് കിട്ടി. അടുത്ത ഒരു റിസൾട്ട് കിട്ടി അല്ലെ. ഇവിടെ 729² കിട്ടി. ഇനി വേറൊരു സംഖ്യയുടെ പവറായിട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ 81 3 പ്രാവശ്യം ഗുണിച്ചതാന്ന് കണ്ടു. ഇനിയും രീതികളുണ്ട്, നമുക്ക് നോക്കി നോക്കാം. 3⁻12നെ വേറെ ഏത് രീതിയിൽ എഴുതാൻ പറ്റും എന്ന് നോക്കി നോക്കൂ.
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 3/6 ഇൻറ്റു 3/6 ആണ് 3/12 എന്ന് കിട്ടിയില്ലേ. ഇനി ടീച്ചർ നമ്മൾ ഇവിടെ കണ്ടതാ, ഇതിൽ ടീച്ചർ നേരിട്ട് 3/6 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ഗുണിച്ചത് 729 എന്ന് എഴുതി. ഇനി ഇതിൽ ടീച്ചർ നേരത്തെ പോലെ തന്നെ ഇവിടെ ചെയ്തതുപോലെ ഇവിടെ ഒന്ന് ടീച്ചർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുക. 3/6 എന്ന് പറഞ്ഞാൽ 3/3 ഇൻറ്റു 3/3 എന്ന് എഴുതിയോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, അങ്ങനെ എഴുതാം അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു 3/6ലും ടീച്ചർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യും. ഗുണന നിയമം അപ്ലൈ ചെയ്യുമ്പോൾ 3/3 ഇൻറ്റു 3/3 കണ്ടോ. ഇനി 3/3 എന്ന് വെച്ചാൽ എന്താർത്ഥം? 3 ഇൻറ്റു 3 ഇൻറ്റു 3 പ്രാവശ്യം ഗുണിച്ചത് എന്താർത്ഥം? 27 ഇൻറ്റു 27 ഇൻറ്റു 27 ഇൻറ്റു 27 എന്ന് പറയും. 27/4 എന്ന് പറഞ്ഞൂടെ. therefore 3/12 ഈക്വൽ ടു 27/4 അല്ലേ. 27. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അർത്ഥം മാറും, ഒന്ന് ബ്രാക്കറ്റ് ഇട്ടോളൂ. 27/4 കണ്ടോ. വേറൊരു നമ്പറിന്റെ പവറായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ ഇത് വേറൊരു റിസൾട്ട്. ഇനിയും ഇതുപോലെ നമുക്ക് വേറെ സംഖ്യയുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ. പറ്റൂല്ലേ. എങ്ങനെയാ? 3/12 എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂള് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണക്കുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 3/12 പല പല രീതിയിൽ നമ്മൾ ചെയ്യണം. ഇത് കണ്ടു, 6 ഇൻറ്റു 6 കൂട്ടിയ 12, പിന്നെ 8 4 കൂട്ടിയ 12, പിന്നെ അതിൽ തന്നെ വീണ്ടും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഈ ഒരു സ്റ്റെപ്പിലും അപ്ലൈ ചെയ്തു. ഇനി 3/12 വേറൊരു രീതിയിൽ ചെയ്തുകൂടെ? 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2. അതായത് ടീച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 4 6 8 പിന്നെ 10 12 പവറുകളിലും മുഴുവനും 2. അപ്പോൾ 12 കിട്ടണില്ലേ? നോക്കി നോക്കൂ. 2 4 6 8 10 12 കണ്ടോ. 2 വീതം കൂട്ടിപ്പോയി, 6 പ്രാവശ്യം എഴുതി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? 3/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 9. 3/2 എന്ന് പറഞ്ഞാൽ 9. 3/2 എന്ന് പറഞ്ഞാൽ 9. ഇത് 9, ഇത് 9, 9. 9 എത്ര പ്രാവശ്യം? 1 2 3 4 5 6. അപ്പൊ 3/12 എന്ന് പറഞ്ഞാൽ 9/6 എന്ന് എഴുതിക്കൂടെ? കണ്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു കണക്കില് കണ്ടോ എന്താ ടീച്ചർ ചോദ്യം? 3/12 മറ്റു സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റുമോ? ക്യാൻ വി റൈറ്റ് 3/12 ആസ് പവേഴ്സ് ഓഫ് അതർ നമ്പേഴ്സ് എന്നായിരുന്നു ചോദ്യം. അപ്പൊ അതിന് നമ്മൾ കുറെ രീതി കണ്ടു അല്ലേ. ഈ ഒരു രീതിയിൽ എത്തിച്ചേർന്നു. പിന്നെ നമ്മൾ 3/12 81 ക്യൂബ് എന്ന് എഴുതി. 3/12 27/4 എഴുതി. 3/12 9/6. അപ്പോൾ ഈ ഒരു കണക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അഥവാ ഗുണന നിയമം ഉപയോഗിച്ച് 3/12 പല പല സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പം 3/12 നമ്മൾ 3/6 ഇൻറ്റു 3/6 എന്ന് എഴുതാമെന്ന് കണ്ടു അല്ലേ. നമ്മുടെ ഏത് റൂള്? മൾട്ടിപ്ലിക്കേഷൻ റൂൾ അഥവാ ഗുണന നിയമം അല്ലെ. 6 കൂട്ടിയ 12 അല്ലേ. എന്താ മറന്നത്? x⁻m ഇൻറ്റു x⁻n ഈസ് ഈക്വൽ ടു x⁻m പ്ലസ് n. ഇതാണ് ഗുണന നിയമം. എപ്പോഴും അറിയണം എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഇനി 3/6 ഇൻറ്റു 3/6 അർത്ഥം എന്താ? 2 പ്രാവശ്യം 3/6 ഗുണിച്ചത് എന്നല്ലേ അർത്ഥം അല്ലെ. 2 3/6 തമ്മിൽ ഗുണിച്ചു. ഇതിനെ എങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം? ഈ ഒരു കാര്യത്തെ ഇപ്പൊ ടീച്ചർ എഴുതിയ വലതുവശത്തെ കാര്യത്തെ എങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം? എങ്ങനെ എഴുതാം? നമുക്ക് ചുരുക്കി എഴുതുമ്പോൾ 3/6 ഹോൾ റേസ് ടു 2 എന്ന് എഴുതിക്കൂടെ? നമ്മളിപ്പോ 2 ഇപ്പൊ 3/2 എന്ന് വെച്ചതിന്റെ അർത്ഥം 3 ഇൻറ്റു 3 അല്ലെ. ഇത് സൂചിപ്പിക്കുന്നത് താഴെയുള്ള സംഖ്യ എത്ര പ്രാവശ്യം ഗുണിച്ചു എന്നതാണ്. അതേപോലെ 3/6 ഇൻറ്റു 3/6 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3/6 2 പ്രാവശ്യം ഗുണിച്ചത്. അപ്പൊ 3/6 ഹോൾ റേസ് ടു 2 എന്ന് എഴുതിക്കൂടെ? ഇതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്, പവർ ഓഫ് പവേഴ്സ്. ഓൾറെഡി ഇത് 3ന്റെ പവർ 6 അതിൻ്റെയും പവർ കണ്ടു 2. അപ്പൊ നമ്മുടെ ടോപ്പിക്കിന്റെ അർത്ഥം നമ്മൾ ആ ടോപ്പിക്കിന്റെ പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. പവർ ഓഫ് പവേഴ്സ്, കൃതിയുടെ കൃതി. ഓൾറെഡി നമ്മൾ 3ന്റെ കൃതി 6 പിന്നെ അതിന്റെ വീണ്ടും കൃതി അല്ലെങ്കിൽ പവർ 2 കണ്ടോ. പവർ ഓഫ് പവേഴ്സ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചുരുക്കി എഴുതിയത് കണ്ടു അല്ലെ. 3/6 3/6 ഹോൾ റേസ് ടു 2. ഇതെങ്ങനെ വായിക്കുക? 3/6 ഹോൾ റേസ് ടു 2. അപ്പൊ 3/6 ഹോൾ റേസ് ടു 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3/6 ഇൻറ്റു 3/6. പിടികിട്ടിയാ? മനസ്സിലായില്ലേ? അതായത് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് 2 സൂചിപ്പിക്കുന്നത്
ഈ താഴെയുള്ള സംഖ്യ എത്ര പ്രാവശ്യം ഗുണിക്കുന്നു എന്നുള്ളത്. 3/6 ഇൻറ്റു 3/6. ഇനി നോക്കൂ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്ത് ഈ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ 3/6 + 6 എന്ന് എഴുതിക്കോട്ടെ ടീച്ചർ. 6 + 6 എന്ന് എഴുതി. ഇനി നമുക്കറിയാം റിപ്പീറ്റഡ് അഡീഷൻ ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ടീച്ചർ ഇതിന് പകരം 3/6 ഇൻറ്റു 2 എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതായത് റിപ്പീറ്റഡ് അഡീഷൻ 6 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 6 ഇൻറ്റു 2 എന്ന് എഴുതിക്കോട്ടെ. എഴുതാം അല്ലേ? അപ്പോൾ എന്താ കിട്ടിയേ? 3/12. കണ്ടോ? 3/6 whole raised to 12 equal to 3/12 എന്ന് കിട്ടി. കണ്ടു അല്ലേ? ഇനി അതേപോലെ തന്നെ 3/4 whole raised to 3 കണ്ടുപിടിച്ച് നോക്കാം. ഇതേപോലെ തന്നെ 3/4 whole raised to 3. ഇതിന്റെ അർത്ഥം എന്താ? 3/4 3 പ്രാവശ്യം ഗുണിച്ചത്. അപ്പൊ 3/4 ഇൻറ്റു 3/4 ഇൻറ്റു 3/4. കണ്ടോ? ഇനി ഇതിന്റെ അർത്ഥം എന്താ? 3/4 + 4 + 4. നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്തു? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ. 2 സംഖ്യകൾക്ക് മാത്രമല്ല കേട്ടാ, മൂന്നാമതും വന്നു. സെയിം ബേസ് ആണെങ്കിൽ കുഴപ്പമില്ലാന്ന് ടീച്ചർ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും ബേസ് 3 തന്നെയാണ്. അപ്പോൾ നമുക്ക് 4 3 പ്രാവശ്യം കൂട്ടാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലെ റിപ്പീറ്റഡ് അഡീഷൻ ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേഷൻ. 4 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം ഗുണിച്ചത്. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ 3/12 അല്ലേ? 3/4 whole raised to 3 is equal to 3/12. കണ്ടോ? അപ്പോൾ ഈ കണക്കുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടേക്ക് നോക്കാം. ഇവിടെ പവർ 6, ഇവിടെ പവർ 2. ഇനി കിട്ടിയ ഉത്തരത്തിൽ 3/12 കിട്ടി. അതേപോലെ ഇവിടെ പവർ 4, ഇവിടെ പവർ 3. കിട്ടിയ ഉത്തരത്തിൽ നമുക്ക് 12 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇതിനെ പൊതുവായിട്ട് ഒരു കാര്യം പറയാം. അതായത് എക്സ് ഒരു സംഖ്യയും എമ്മും എന്നും എന്നിവ എണ്ണൽ സംഖ്യകളും ആണെങ്കിൽ, അതായത് എക്സ് എന്ന് പറയുന്നത് ഫോർ എനി നമ്പർ എക്സ് ആൻഡ് ഫോർ എനി നാച്ചുറൽ നമ്പേഴ്സ് എം കോമ എൻ. എന്താ റൂൾ പറയണത്? എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം എൻ. ഇതാണ് അടുത്ത നിയമം. എന്താണ് ഇതിൻ്റെ നിയമത്തിൻ്റെ പേര്? പവർ ഓഫ് പവേഴ്സ് എന്ന് പറയും. കൃതിയുടെ നിയമം, പവർ ഓഫ് പവേഴ്സ്. അപ്പോൾ ഒന്നുമില്ല, നോക്കി നോക്കൂ. എക്സിന്റെ പവർ എം ആണിക്കുക. ഇനി അതിൻ്റെയും പവർ എൻ ആച്ചാൽ എന്ത് ചെയ്താൽ മതി എന്നാ പറയണത്? പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. എമ്മും എന്നും ഗുണിച്ചത്. ഇതേ കണ്ടോ? ഇനി നമ്മൾ സാധാരണ ചിഹ്നം ഇടാറില്ല. എം ഇൻറ്റു എൻ എന്താ അർത്ഥം? എം എന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിലൊക്കെ. നമ്മൾ 6ാം ക്ലാസ്സിലും കണ്ടിട്ടുണ്ട്. ലെറ്റേഴ്സുകളുടെ ഇടയിൽ, 2 ലെറ്റേഴ്സുകളുടെ ഇടയിലുള്ള ചിഹ്നം ഇൻറ്റു, അത് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് 6ാം ക്ലാസ്സിൽ നമ്മൾ ലെറ്റേഴ്സ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു അല്ലേ? ചുരുക്കെഴുത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടോ, എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എമ്മും എന്നും ഗുണിച്ചാൽ മതി എം എൻ. അതല്ലേ ഇവിടെ സംഭവിച്ചത്? നോക്കൂ, 3/6 ഹോൾ റേസ് ടു 2. അപ്പോൾ 6 ഇൻറ്റു 2 എത്രയാ? 12 അല്ലേ വരുന്നത് അല്ലേ? അതായത് 3/6 ഹോൾ റേസ് ടു 2 കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് ടീച്ചർ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു മാത്രം. ഇങ്ങനെയൊന്നും നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു റൂള് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 3/6 ഇൻറ്റു 2 3/12 എന്ന് നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ എഴുതുക വേണ്ടു. ടീച്ചർ ഈ ഒരു സ്റ്റെപ്പിലേക്ക് പറഞ്ഞുതരാൻ വേണ്ടി, നമ്മുടെ ഈ റൂൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, അത് വന്ന വിധം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്, ഇവിടെ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ ഈ കണക്കിൽ നോക്കൂ, 3/4 ഹോൾ റേസ് ടു 3 എന്ത് വരും? 3 നമ്മുടെ ഈ റൂൾ അപ്ലൈ ചെയ്യുക. ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 3/4 ഇൻറ്റു 3 പവറുകൾ തമ്മിൽ ഈ 4ഉം 3ഉം കൂടി ഗുണിച്ചാൽ മതി 3/12. കണ്ടോ? അപ്പൊ എളുപ്പല്ലേ? എന്താണ് ഇന്ന് നമ്മൾ പഠിച്ച പുതിയൊരു നിയമം? പവർ ഓഫ് പവേഴ്സ്. എന്താ പഠിച്ചത്? കൃതിയുടെ നിയമം അല്ലെ? കൃതി, അതിന്റെ നിയമം എന്താ? എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം എൻ. എക്സ് ഏതൊരു സംഖ്യയും എമ്മും എന്നും നാച്ചുറൽ നമ്പറും ആണെങ്കിൽ ഇതാണ് നമ്മുടെ നിയമം. എളുപ്പല്ലേ? ഇങ്ങനെ ഒരു സംഖ്യയുടെ കൃതി, അതിൻ്റെയും കൃതി വന്നാൽ ഈ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നുമില്ല, അവരുടെ പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. എമ്മും എന്നും തമ്മിൽ കണ്ടോ ഗുണിച്ചു. അപ്പൊ ഇവിടെ 4ഉം 3ഉമാണ് പവേഴ്സ്. എമ്മിന്റെ സ്ഥാനത്ത് 4ഉം എന്നിന്റെ സ്ഥാനത്ത് 3ഉം ആയതുകൊണ്ട് 4ഉം 3ഉം കൂടി ഗുണിച്ചപ്പോൾ 12 കിട്ടി. നമുക്ക് പേജ് നമ്പർ 64 പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കാം. ക്യാൻ യു റൈറ്റ് ദീസ് ആസ് എ സിംഗിൾ പവർ? ചുവടെയുള്ളവ ഒറ്റ കൃതിയായി
എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4^2 3 കണ്ടോ? അപ്പൊ ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ച നിയമം റൂള് അറിയണ ഒരു കുട്ടിക്ക് ഇത് കണ്ടാ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? മുൻപ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറെ ബ്രാക്കറ്റ് ഒക്കെ കാണുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലെ ഇരിക്കുന്നത് x⁻m⁴n ഇന്ന് പഠിച്ച നിയമം x⁻mn കണ്ടോ? ഈ ഒരു നിയമം നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 4^2 3 4^2 × 3 അല്ലെ, 4^6. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്? ഒരു ഒറ്റ സംഖ്യയുടെ സിംഗിൾ പവർ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സിംഗിൾ പവർ ആയിട്ട് എഴുതിയില്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 3 4. കുറെ ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ. 1/2 3 പിന്നെ 4. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു സംഭവമാണ് അല്ലെ. ഇവിടെ കുറെ ചെറിയ ഇങ്ങനത്തെ ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റും ഒക്കെ കാണുമ്പോൾ ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടികിട്ടും, സിമ്പിളായി കണക്കാണ് എന്നുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെ എന്ത് വരും? 1/2 3 4 is equal to 1/2 3 × 4. പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. 1/2 12. എളുപ്പല്ലേ? അപ്പൊ ഒരൊറ്റ സംഖ്യയുടെ പവർ ആയിട്ട് എഴുതാൻ പറ്റി. ഇവിടെ 4 എന്ന് പറയുന്ന ഒരൊറ്റ സംഖ്യയുടെ പവർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി. 4^6 എഴുതാൻ പറ്റി. ഇവിടെ 1/2 12. 1/2 എന്ന ഒരു സംഖ്യയുടെ പവർ 12 ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ എഴുതാൻ പറ്റി. അപ്പൊ സിംഗിൾ പവർ ആയിട്ട് എഴുതുക എന്നാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക. ഒറ്റ സംഖ്യയുടെ ഒറ്റ കൃതിയായിട്ട് എഴുതുക എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3^3 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3^3 2 × 9^4. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് കണക്കുകൾ പോലെയല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കുട്ടികളും പരീക്ഷയ്ക്ക് തെറ്റിക്കാറുണ്ട്. ഇവിടെ 9 എന്ന് പറയുന്ന ഒരു സംഖ്യ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ ഒന്ന് മാറ്റം വരുത്തണം എന്നറിയണം. ഇതിനെ നമ്മളൊന്നും ചെയ്യണില്ല. അപ്പൊ ഇവിടെ 3^3 2 ഒന്നും ചെയ്യണില്ല, അത് അതേപോലെ തന്നെ എഴുതുന്നു. ഇൻറ്റു ആദ്യത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പോഴേ പറയണേ കേട്ടോ. ഇനി 9നെ ടീച്ചർ ഒന്ന് മാറ്റം വരുത്താം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് സെയിം ആവണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രോഡക്റ്റ് റൂൾ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പൊ പഠിപ്പിച്ച പവർ ഓഫ് പവേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ബേസ് ഇവിടെ എക്സ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ എന്താവണം? ഈ 9നെ ഒന്ന് മാറ്റം വരുത്തണം. 9 എന്ന് പറഞ്ഞാൽ 3² അല്ലേ. അപ്പൊ അതിനെ ഒന്ന് മാറ്റം വരുത്തണം, എങ്കിലേ നമുക്ക് ഈ 3 റൂളും അപ്ലൈ ചെയ്യാൻ പറ്റും. 3 റൂൾസ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ 9നെ നമുക്ക് 3² എഴുതിക്കോട്ടെ. 3² എഴുതി. ഈ (4) അതേപോലെ തന്നെ (4) ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഒന്നുമില്ല, 9നെ ഒന്ന് മാറ്റം വരുത്തി. ഇനി നോക്കുക, നമ്മുടെ ബേസ് 3 തന്നെയല്ലേ. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസ് പ്രോഡക്റ്റ് റൂൾ ആയിക്കോട്ടെ, ഡിവിഷൻ റൂൾ ആയിക്കോട്ടെ, ഈ ഇപ്പൊ ഇന്ന് പഠിപ്പിച്ച റൂൾ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ബേസ് സെയിം ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അടിഭാഗം അല്ലെ. അപ്പൊ ഇവിടെ 3 എന്നുള്ള കാര്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ടീച്ചർ 9നെ ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പൊ 3² കിട്ടി. ഇനി നമുക്ക് ഇന്ന് പഠിപ്പിച്ച റൂൾ അപ്ലൈ ചെയ്തൂടെ? ഇതിന്റെ അർത്ഥം 3^3 × 2 പവർ ഓഫ് പവർ അല്ലെ. ഇതിന്റെ അർത്ഥം 3^2 × 4. എളുപ്പല്ലേ? ഇനി എന്ത് വരും? 3^6 × 3^6 അല്ലെ. 3^6 + 6 3^12. അപ്പൊ ഏതൊക്കെ റൂൾ ഇവിടെ അപ്ലൈ ചെയ്തു? പവർ ഓഫ് പവറും അപ്ലൈ ചെയ്തു. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2 × 4 ആണ് അല്ലെ. ടീച്ചർ ഒന്ന് തിരുത്തട്ടെ. 14. ഓക്കെ, ഇപ്പൊ ശരി. അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ ഏത് റൂൾ അപ്ലൈ ചെയ്തു? ഈ ഒരു കാര്യം ഇവിടെ 9നെ മാറ്റം വരുത്തി, എന്നിട്ട് നമ്മൾ പവർ ഓഫ് പവർ അപ്ലൈ ചെയ്തു, പിന്നെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 × 4 8 ആണ്. 2 4 കൂട്ടി വെക്കരുത്. പിന്നെ 6ഉം 8ഉം കൂട്ടുമ്പോൾ 14. 3^14 എന്ന് കിട്ടും. കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. Write each of these as powers of different numbers. ചുവടെയുള്ള ഓരോ സംഖ്യയും വിവിധ സംഖ്യകളുടെ കൃതികളായിട്ട് എഴുതുക. അതിൽ ഒന്നാമത്തെ കണക്ക് 3^8. ഇപ്പൊ 3^8 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിവിധ സംഖ്യകളുടെ പല സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാം. നേരത്തെ നമ്മൾ 64 പിന്നെ 3^12 ഒക്കെ കണ്ടില്ലേ, അതുപോലെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 3^8ന്റെ അർത്ഥം 3 എത്ര പ്രാവശ്യം ഗുണിച്ചത്? 8 പ്രാവശ്യം ഗുണിച്ചത് അല്ലെ. 3 8 പ്രാവശ്യം ഗുണിച്ചതാണ് 3^8. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ 4 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കണം.
ഇതിന്റെ അർത്ഥം എന്താ? 4 വീതം ടീച്ചർ ഗ്രൂപ്പാക്കി 3⁴ ഇൻറ്റു 3⁴ എന്ന് എഴുതിക്കോട്ടെ. കുഴപ്പമില്ല അല്ലേ? 3⁴ ഇൻറ്റു 3⁴. 3⁴ എന്ന് പറഞ്ഞാൽ 81 ആണ്. 3⁴ എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പൊ 81 സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ? അപ്പൊ ആദ്യത്തെ ഒരു ഉത്തരായി അല്ലെ? പല പല സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ 81ന്റെ സ്ക്വയർ ഒറ്റ സംഖ്യയുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റി. ഇനി വേറെ ഇതുപോലെ പറ്റുമോ നോക്കൂ. 3⁸ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. 3⁸ എങ്ങനെയാ? 2 വീതം ഗ്രൂപ്പ് ചെയ്യൂടെ. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ടീച്ചർ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. 3⁴ 3⁴ ഇൻറ്റു 3⁴ എന്ന് എഴുതി കൂടെ. ഒരു 3⁴ ഈ ഒരു 3⁴ 3⁴ ഇൻറ്റു 3⁴ എന്ന് എഴുതുന്നു. അടുത്ത 3⁴ 3⁴ ഇൻറ്റു 3⁴ എന്ന് എഴുതുന്നു. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ റൂള് അപ്ലൈ ചെയ്യാം. ഇനിയോ 3⁴ എന്ന് പറഞ്ഞാൽ 9 9 ഇൻറ്റു 9 ഇൻറ്റു 9. 9⁴ എന്ന് എഴുതി കൂടെ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ സംഖ്യയുടെ പവറായിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഇനി 9⁴ എഴുതി. ഇനി ഇതല്ലാതെ വേറെ വല്ല രീതി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല രീതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? എത്ര എണ്ണ ഉള്ളൂ. അപ്പോ ഇത് ഒരു രീതിയിൽ പറഞ്ഞു. അപ്പൊ 3⁸ ഈസ് ഈക്വൽ ടു 81 സ്ക്വയർ എന്ന് കിട്ടി. 3⁸ എന്ന് പറഞ്ഞപ്പോ 9⁴ എന്ന് കിട്ടി. കണ്ടോ? അങ്ങനെ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടി. ഇനി നിങ്ങൾക്ക് വേറൊരു ഇതിപ്പോ ഇങ്ങനെ ചെയ്തു ടീച്ചർ 8 പ്രാവശ്യം ഗുണിച്ചു അല്ലേ? അതിൽ നിന്ന് വീണ്ടും നമ്മൾ 2 റൂള് ഇത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡ് ഈ ഒരു കണക്കിൽ തന്നെ വേറെ മെത്തേഡ് കാണിച്ചു തരാം. 3⁸ എന്ന് പറഞ്ഞാൽ 3⁴ എഴുതുന്നോണ്ട് വിരോധം ഉണ്ടോ? നിങ്ങൾക്ക് പെട്ടെന്ന് USS പോലുള്ള കണക്കുകൾക്കായാലും നമുക്ക് സാധാരണ എക്സാമിനായാലും നിങ്ങളുടെ പരീക്ഷയ്ക്കായാലും ഇങ്ങനെ ചെയ്യാം. വിരോധമില്ല. ഇത് ടീച്ചർ നേരായ മാർഗത്തിലൂടെ പറഞ്ഞു മാത്രം. ഇന്ന് പഠിപ്പിച്ച നമ്മുടെ പവർ ഓഫ് പവർ ഉപയോഗിച്ചിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു തരികയാണ്. 3⁸ ഈ 8നെ നമുക്ക് 2 × 4 8 എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പവർ ഓഫ് പവർ അപ്ലൈ ചെയ്തു അല്ലെ? കൃതിയുടെ കൃതി 2 × 4. ഇനി 3² എന്ന് പറഞ്ഞാരാ? 9 9⁴ നമ്മുടെ ഈ ഉത്തരം കിട്ടിയത്. കണ്ടോ? ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക അല്ലെ? ഈ ഒരു മെത്തേഡ്. എന്തിനാ ടീച്ചർ ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതിയെന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതും പറഞ്ഞു തരണല്ലോ. പെട്ടെന്ന് ഇത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് മനസ്സിലായില്ല ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ടീച്ചർ ഈ ഒരു രീതി പറയുന്നത്. ഇനി വേറെ 3⁸ തിരിച്ച് ഇതേപോലെ 4 × 2 ഇങ്ങനെ പറഞ്ഞൂടെ? 4 × 2 8 തന്നെയല്ലേ? അങ്ങനെയും ചിന്തിക്കാം അല്ലേ? അപ്പോൾ 3⁴ എന്ന് പറഞ്ഞാൽ 81 81 സ്ക്വയർ എഴുതി കൂടെ. 81 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്യാം. കണ്ടോ? ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പല സംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റുമോ? അപ്പൊ 3⁸ എന്ന് പറഞ്ഞാൽ 3 8 പ്രാവശ്യം ഗുണിക്കുന്നത് എന്തിനു തുല്യാണ്? 3ന്റെ ഇരട്ടിയാണ് 9. 9 പിന്നെ 8 പ്രാവശ്യം ഗുണിക്കേണ്ടി വരുമോ? 8ന്റെ പകുതിയായിട്ടുള്ള 4 മതിയാവും. 4 പ്രാവശ്യം ഗുണിച്ചാൽ മതിയാവും. പിന്നെ 3⁸ 81 സ്ക്വയർ എഴുതി. കണ്ടോ? ഇതാവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക. ഈ മെത്തേഡ് ആയിരിക്കും അല്ലേ? നമ്മുടെ പവർ ഓഫ് പവർ ഉപയോഗിച്ചിട്ടും ചെയ്യാം, അല്ല ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഉത്തരത്തിലേക്ക് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. ഇനി ഇതുപോലത്തെ വേറൊരു കണക്ക് ചെയ്യാം. 2⁻15 രണ്ടാമത്തെ കണക്ക് 2⁻15. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താലോ? നമ്മളിങ്ങനെ നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം ഈ ഒരു രീതി ചെയ്താലോ? 2⁻15. അപ്പൊ ആദ്യം തന്നെ 15 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യകളുടെ ഗുണനാ? 5 × 3 ആണ്. 3 × 5 15 ആണ് അല്ലേ? അപ്പൊ 2⁻15നെ 2⁻3 എന്നും എഴുതാം അല്ലേ? 2⁻3 5 എഴുതി കൂടെ. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 3 പ്രാവശ്യം ഗുണിച്ചത് 8⁻5. കണ്ടോ? 2⁻15 നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലേ? ഈ ഒരു രീതിയിലാണ് ടീച്ചർ ചെയ്തത് കേട്ടോ. ഇനി 2⁻15നെ നമുക്ക് 2⁻5 എന്ന് എഴുതി കൂടെ. നമ്മുടെ പവർ ഓഫ് പവർ അപ്ലൈ ചെയ്തു. 5 × 3 15 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 5 പ്രാവശ്യം ഗുണിച്ചത്. 2 5 പ്രാവശ്യം ഗുണിച്ചത് എന്ന് പറഞ്ഞാല് 32. 32⁻3 അല്ലേ? 2⁻15. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? മനസ്സിലായെന്ന് വിചാരിക്കണോ? ഈ ഒരു ഫസ്റ്റ് കണക്കിൽ ടീച്ചർ ഇത്ര നീട്ടി പറഞ്ഞു മാത്രം നമ്മളുടെ ഈ ഒരു റൂള് ഇന്ന് പഠിപ്പിച്ച പവർ ഓഫ് പവേഴ്സ് ഉപയോഗിച്ച് നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. 8നെ 2 × 4 എന്നും എഴുതാം. പിന്നെ 4 × 2 എന്നും എഴുതാം. 15നെ 5 × 3 എന്ന് എഴുതാം. 3 × 5 എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു കണക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതിലത്തെ 2 കണക്കുകളാണ് ടീച്ചർ ഇതിൽ തന്നത്. ബാക്കി 2 എണ്ണം 4⁻6 5⁻12 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഈ 2 കണക്ക് മനസ്സിലായതല്ലേ?
അപ്പം ഇതിൻ്റെ ഏതാനും ഹോംവർക്കുകൾ ടീച്ചർ തരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കണക്കുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും എല്ലാവരും ചെയ്യാം. താങ്ക് യു.